ദഹന പ്രശ്നങ്ങൾ ആണ് ഇന്നത്തെ വിഷയം തന്നിരിക്കുന്നത്. നമുക്ക് പണ്ട് മുതൽ തന്നെ പറഞ്ഞിട്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ആമാശയം സെക്കൻഡ് ബ്രെയിൻ ആണ്. ഇപ്പൊ ആധുനിക ചികിത്സാ ശാസ്ത്രവും സയൻസും വളരെ ഇമ്പോർട്ടൻ്റ് കൊടുത്ത് വരുന്നുണ്ട്. ഗട്ട് പ്രോബ്ലം ആണ് മെയിൻ പ്രോബ്ലം എന്ന് എല്ലാവരും പറഞ്ഞു തുടങ്ങി. ഇതെത്രയോ വർഷം മുമ്പ് മുതൽ നമ്മൾ പറയുന്നതാണ്. വയറാണ് പ്രശ്നം. സകല പ്രശ്നങ്ങളുടെയും മൂല കാരണം വയറാണ്. വയറിലേക്ക് ഇടുന്ന വസ്തുക്കളാണ്, അത് ദഹിപ്പിക്കുന്ന സിസ്റ്റം, ദഹന വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന തകരാറാണ് ഈ സകല പ്രശ്നങ്ങൾക്കും കാരണം. അതായത് നമുക്കൊരു ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ട്, ഒരു ദഹന വ്യവസ്ഥയുണ്ട്. ഈ ദഹന വ്യവസ്ഥ പ്രോപ്പർ അല്ലെങ്കിൽ നമ്മൾ മൊത്തം ഡിസോർഡറാണ്. അത് ബ്രെയിനിലും ബാധിക്കുന്നത്. സെക്കൻഡ് ബ്രെയിൻ, ആമാശയം സെക്കൻഡ് ബ്രെയിനാണ്. ഫസ്റ്റ് ബ്രെയിൻ തലയിലെ ബ്രെയിനും, സെക്കൻഡ് ബ്രെയിൻ എന്ന് പറയുന്നത് ആമാശയമാണ്. അപ്പൊ അതിനകത്തേക്ക് ഇടേണ്ട സാധനങ്ങൾ ഏതാണെന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുകയും അത് കറക്റ്റ് ചെയ്യുകയും ചെയ്യാതെ രോഗത്തിൽ നിന്നും മുക്തി നേടാമെന്ന് ആരും കരുതണ്ട. ഇന്നത്തെ അവസ്ഥ അതാണ്. ഓരോരുത്തരുടെ ദഹന വ്യവസ്ഥ പാടെ തകർന്നിരിക്കുകയാണ്. ഒരാളുടേതല്ല, എല്ലാവരുടെയും. എന്തായിരിക്കാം ഇതിന്റെ കാരണം എന്ന് എല്ലാവരും ഒന്ന് ആലോചിച്ചാൽ മതി. പണ്ട് കാലത്ത് ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്നില്ല. പണ്ട് കാലത്തും ഉണ്ടായിരുന്നു. അതായത് നമുക്ക് അമീബിക് ഡിസെൻട്രി പണ്ട് കാലത്തുണ്ടായിരുന്ന ഒരു സാധനമാണ്. ഇപ്പോൾ പ്രധാനമായും ഈ ദഹന വ്യവസ്ഥയിൽ പണ്ട് കാലത്തുണ്ടായിരുന്ന ഒരു സാധനം അമീബിക് ഡിസെൻട്രി എന്ന് പറയുന്ന ഒരു സാധനമായിരുന്നു. എമിറ്റിൻ എന്ന് പറയുന്ന ഒരു ഇഞ്ചക്ഷൻ ആണെന്ന് കൊടുത്തിട്ടിരുന്നത്. ഈ എമിറ്റിൻ എന്ന് പറയുന്നത് വളരെ ഹെവി ആയിട്ടുള്ള എന്തോ ഒരു ഇഞ്ചക്ഷനാണ്. അത് കൊടുത്താലും ഇത് മാറിക്കിട്ടാറില്ല. അമീബിക് ഡിസെൻട്രി മാറിക്കിട്ടാറില്ല. അതായിരുന്നു പണ്ട് കാലത്ത് എൻ്റെ ചെറുപ്പം കാലം മുതൽ ഞാൻ കേട്ടിട്ടുള്ളതും മനസ്സിലാക്കിയിട്ടുള്ളതും ഒരു കാര്യം ഈ അമീബിക് ഡിസെൻട്രി ആയിരുന്നു. അന്ന് കുഞ്ഞുനാളില് ഈ അമീബിക് ഡിസെൻട്രി ആയിട്ട് ആളുകൾ ഒരുപാട് പേർക്ക് വരാറുണ്ട്, അമീബിക് ഡിസെൻട്രി വരാറുണ്ട്. പക്ഷെ അന്ന് നാട്ടിൻപുറങ്ങളിൽ ഇതിന് നല്ല പരിഹാരം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എമിറ്റിൻ എന്ന് പറയുന്ന ഇഞ്ചക്ഷൻ എടുത്തിട്ട് പോലും പരിഹാരം കണ്ടെത്താത്ത ഈ അമീബിക് ഡിസെൻട്രിക്ക് നാട്ടിൻപുറങ്ങളിലെ ഒരു ചികിത്സാ രീതി ഉണ്ടായിരുന്നു. അത് കശുമാവിൻ്റെ തളിരിലയാണ്. കശുമാവിൻ്റെ തളിരില ഒരു പിടിയെടുത്ത് കല്ലിൽ വെച്ച് അരച്ച് മോരിൽ കലക്കി ഉപ്പിടാതെ രാവിലെ വെറും വയറ്റിൽ കൊടുക്കും 7 ദിവസം. 7 ദിവസം കൊണ്ട് അമീബിക് ഡിസെൻട്രിയെ പാടെ മാറ്റിയിരുന്നു പണ്ട് കാലത്ത്. അത് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു. അത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വയറ്റിലെ ബാക്ടീരിയകൾക്ക് ഉണ്ടാകുന്ന നാശത്തെ പുതിയൊരു ബാക്ടീരിയ സിസ്റ്റം, പ്രോബയോട്ടിക് ബാക്ടീരിയയെ, അത് പെരുകാൻ ആവശ്യമായ ഒരു ഹോർമോൺ ഉൾപ്പെട്ട ഒരു തളിരില. അത് കശുമാവിൻ്റെ തളിരിലൊക്കെ കണ്ടിട്ടുള്ളൂ, വേറെ ഒന്നിനും കണ്ടിട്ടില്ല. ഞാൻ എത്രയോ പേരുടെ അമീബിക് ഡിസെൻട്രിയുടെ ഇതെന്താണെന്ന് വെച്ചാൽ, കുറച്ച് നാൾ വയറ് ഡിസോർഡർ ആയിരിക്കും. വയറ്റിൽ നിന്ന് തോന്നണ പോലെ പോകും, വയറിളകിപ്പോകും, വയറ് അയഞ്ഞു പോകും. പിന്നെ കുറേ നാൾ ഒരു കുഴപ്പം കാണില്ല, കുറേ നാൾ ഒരു കുഴപ്പമില്ലാത്ത വിധത്തിൽ മുന്നോട്ട് പോകും. പക്ഷേ ഇടയ്ക്ക് ഡിസോർഡർ ആകും. ഇത് വർഷങ്ങൾ, 10-30 വർഷം കൊണ്ട് നടക്കുന്നവരുണ്ട് ഈ അമീബിക് ഡിസെൻട്രി. ഇത് അമീബിക് ഡിസെൻട്രി ആണെന്ന് പോലും തിരിച്ചറിയില്ല, ഇതൊരു രോഗമാണെന്ന് പോലും തിരിച്ചറിയില്ല. തൽക്കാലം എന്തോ ഭക്ഷണം കഴിച്ചപ്പോൾ ഉണ്ടായി എന്നുള്ളൊരു ധാരണയിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതാണ് മെയിനായിട്ട് പണ്ട് കാലത്ത് കണ്ടിരുന്ന ഒരു രോഗം. ആമാശയപരമായി ദഹന വ്യവസ്ഥയായിട്ട് കണ്ടിരുന്ന ഒരെണ്ണമാണ്. മറ്റൊന്ന്, കുട്ടികൾ, പാല് കുടിക്കുന്ന കുട്ടികൾ മലവിസർജനം ചെയ്യുമ്പോൾ പച്ച നിറത്തിൽ കാണുക. ഇതും നാട്ടുപുറങ്ങളിൽ നല്ല സൊല്യൂഷൻ ഉണ്ടായിരുന്നു. നാട്ടുപുറങ്ങളിൽ അതായത് മുലപ്പാലാണെങ്കിലും അധികം കൊടുക്കാണ്ടിരിക്കുക. അതായത് ജഠരാഗ്നി കത്തിച്ചെടുക്കണം എന്നാണ് അമ്മൂമ്മമാർ പറയുക. കത്തിച്ചെടുക്കണം. പാല് കൂടുതൽ കുഞ്ഞിന് കൊടുക്കരുത്. കുറേശ്ശെ കൊടുത്ത് അഗ്നി കത്തിച്ച് കൂടുതൽ പാല് കൊടുക്കുക. അപ്പൊ അതിൽ നിന്നും വളരെ വ്യക്തമല്ലേ, ദഹന വ്യവസ്ഥയിൽ തകരാറുള്ളവർ ഒരു കാരണവശാലും വയറ് നിറച്ച് ഭക്ഷണം കഴിക്കരുത്. വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചാൽ വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ അത് ദഹന വ്യവസ്ഥ തന്നെ നിന്നു പോകും, സ്തംഭിക്കും വയറ്.
അപ്പൊ വർമാജി ഉണ്ടായിരുന്ന കാലത്ത് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ്, മൂന്നിലൊന്ന് ഭക്ഷണം, മൂന്നിലൊന്ന് വേവിക്കാത്ത ഭക്ഷണം, മൂന്നിലൊന്ന് കാലിയിടണം. ഇങ്ങനെ കാലിയിടുക എന്ന് പറയുന്നത്, അതായത് അമിതമായ ഭക്ഷണം ദഹന വ്യവസ്ഥയെ തകരാറിലാക്കും. അപ്പൊ ദഹന വ്യവസ്ഥയിൽ തകരാറുള്ളവർ ചെയ്യേണ്ടത് ഭക്ഷണത്തിന്റെ അളവ് മിതമാക്കുക എന്നുള്ളത്. എന്ത് കഴിക്കുന്നു എന്നുള്ളതിനേക്കാളും പ്രധാനം അത് മിതമായി കഴിച്ചു തുടങ്ങുക എന്നുള്ളതാണ് പ്രധാനം. മിതമായി കഴിച്ച് പതുക്കെ പതുക്കെ അഗ്നി കൂട്ടി കൂട്ടി എടുക്കുക. ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇതിനകത്ത് പറയുക, കാരണം ഇതൊരു വലിയ പ്രശ്നമായി തീർന്നിരിക്കുന്നു. അതിൽ ദഹന വ്യവസ്ഥയിൽ ദഹനം നടക്കേണ്ട രണ്ട് പ്രക്രിയയാണ്. ഒന്ന്, നമ്മൾ കഴിക്കുന്ന ചോറ്, കറികൾ, പച്ചക്കറികൾ എല്ലാം ദഹിപ്പിക്കേണ്ടത് പ്രോബയോട്ടിക് ബാക്ടീരിയയാണ്. ഇറച്ചി, മീൻ, മുട്ട, പാല് അത് അനിമൽ പ്രോട്ടീൻ. ഉഴുന്ന്, ചെറുപയർ, വൻപയർ, കടല, ഗ്രീൻ പീസ്, പരിപ്പ്, സോയ പോലെയുള്ള പ്ലാൻ പ്രോട്ടീൻ, ചെടികളിൽ നിന്നും വരുന്ന പ്രോട്ടീൻ. ദഹിക്കേണ്ട ദഹനരസം ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. അപ്പൊ ഇത് രണ്ടും ഒരേപോലെ നടക്കുന്നുണ്ട്. ഒരുപോലെ നടക്കുകയും വേണം. കാരണം ഇതിന്റെ എല്ലാം നമ്മൾ ഒരുമിച്ചല്ലേ കഴിക്കുക. ഇതെല്ലാം ഒരുപോലെ കറക്റ്റായിട്ട് നടക്കണം. പ്രോബയോട്ടിക് ബാക്ടീരിയ ആവശ്യത്തിന് ഉണ്ടായിരിക്കണം. അവരാണ് ദഹന പ്രക്രിയ നടത്തേണ്ട ബാക്ടീരിയകൾ. ഹൈഡ്രോക്ലോറിക് ആസിഡ് ആവശ്യത്തിന് പ്രൊഡ്യൂസ് ചെയ്യണം. ഇല്ലെങ്കിൽ എന്താ വരിക? ഗ്യാസ് ഉണ്ടാകും, നെഞ്ചിരിച്ചിലുണ്ടാകും, കുളിച്ചു തീട്ടലുണ്ടാകും. ഇതില് പ്രോബയോട്ടിക് ബാക്ടീരിയയുടെ എണ്ണം ഡ്രാസ്റ്റിക്കായിട്ട് എല്ലാവരിലും കുറഞ്ഞിട്ടുണ്ട്. ഒരാളിലല്ല, എല്ലാ മനുഷ്യരിലും ആ ദഹന വ്യവസ്ഥയിലെ പ്രോബയോട്ടിക് ബാക്ടീരിയ എന്ന് പറയുന്നത് തകർന്ന് തരിപ്പണമായിരിക്കുക. ഇതിന്റെ കാരണം എന്താണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഒന്ന്, നമ്മളൊരു അസുഖത്തിന് ഒരു ആന്റിബയോട്ടിക് കഴിച്ചാൽ അത് ഗ്യാസ് വരുമെന്ന് അവർക്കറിയാം. ഗ്യാസിനുള്ള മരുന്ന് കൂടിയാ തരിക. ആന്റിബയോട്ടിക് എന്ന് പറഞ്ഞാൽ ആന്റിബയോട്ടിക് ആണ്. ഒരു ബയോളജിക്കൽ ഓർഗാനിസത്തിലേക്ക് ആന്റിബയോ ആയിട്ടുള്ള ഒരു മരുന്ന് കൊടുത്ത് രോഗം മാറ്റുന്നുണ്ട്. ശരിയാണ്, പക്ഷേ വയറിലെ ബാക്ടീരിയ മുഴുവൻ ചത്തുപോകും. അതൊരു കാരണമാണ്. കെമിക്കൽ മരുന്നുകൾ, പ്രോബയോട്ടിക് ബാക്ടീരിയ മുഴുവൻ ചത്തുപോകും, സകല ബാക്ടീരിയ ചത്തുപോകും. ഇതിന്റെ കൂട്ടത്തിലാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഭക്ഷണവും അമിതമായ കീടനാശിനി കലർന്നതാണ്, പ്രിസർവേഷൻ നടന്നതാണ്. അരി പോലും പണ്ട് കാലത്ത് ഒരു ചാക്കരി ഒരുമിച്ച് ഒരു വീട്ടിൽ മേടിച്ചു വെക്കാൻ പറ്റില്ല. കാരണം അത് പൂത്തുപോകാതിരിക്കാൻ എന്തൊക്കെയോ സംവിധാനങ്ങൾ ചെയ്തിട്ടാണ് ഇന്നത്തെ അരി വരിക. എത്ര നാൾ വേണേലും അരി കേടുകൂടാതിരിക്കും എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെയോ പ്രിസർവേഷൻ ചെയ്തിട്ടുണ്ടാവണം. പൂക്കുക എന്ന് പറയുന്നത് പെട്ടെന്ന് ഡീകമ്പോസ് ചെയ്ത് പോവുകയാണ്, അഴുകി പോവുകയാണത്. അത് നടക്കാതിരിക്കാനുള്ള സംവിധാനം എന്തൊക്കെയോ ചെയ്യുന്നു. പഴങ്ങളില്, പച്ചക്കറികളില്, പാലില്, മുട്ട, എന്തിലാണ് മായയില്ലാത്തത്? മായത്തിൻ്റെ അല്ല, ഇതിന്റെ പ്രിസർവേഷനും കെമിക്കലും കീടനാശിനിയും ഇതെല്ലാം കൂടി ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നിരന്തരമായി ചെറിയ ഡോസ്, അനുവദനീയമായ തോതിൽ കുഴപ്പമില്ലെന്ന് ശാസ്ത്രം പറയും. ഏതാണ് ഈ അനുവദനീയമായ തോത്? നമുക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണ്. അനുവദനീയമായ അളവിൽ കീടനാശിനി ഉള്ളിൽ ചെല്ലാമെന്നോ? അത് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ പതുക്കെ 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 ഈ പ്രോബയോട്ടിക് ബാക്ടീരിയയുടെ എണ്ണം തകർത്തുകൊണ്ടിരിക്കുകയാണ്. മായം ഒരു പറയെ, കീടനാശിനി ഒരു പറയെ. ചോദിക്കാനും പറയാനും ഒരു മനുഷ്യന് ഇന്നില്ല. ആരോഗ്യ മേഖലയിൽ ഒരു മനുഷ്യൻ ഇത് ശ്രദ്ധിക്കുന്നില്ല. ഇനി എങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റുക? ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പകരം വെക്കാൻ ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിച്ച ഭക്ഷണം എവിടെയാണ്? അതില്ല. തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വിഷമടിച്ചത് എല്ലാവരും പറയണ കേൾക്കാം, മന്ത്രിമാരും പറയണ കേൾക്കാം. തമിഴ്നാട്ടിൽ ചെന്നപ്പോഴത്തേക്ക് കേരളക്കാർക്ക് വേണ്ടി പ്രത്യേകം വിഷം അടിച്ചത് അത് തിന്നല്ലേ എന്ന് പറയും, ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി തിന്നെന്നൊക്കെ പറയണേ. എന്താ ഇങ്ങനെ വരാൻ കാര്യം? ഇവിടെ എന്തുകൊണ്ട് ഉണ്ടാക്കിക്കൂടാ? ഇവിടുത്തെ നെൽപ്പാടങ്ങൾ മുഴുവൻ, ഞാനിപ്പോൾ പത്തനംതിട്ട ആ ഭാഗങ്ങളിൽ പോകുമ്പോൾ ഒരൊറ്റ നെൽപ്പാടത്ത് ഒരു കൃഷി നടക്കണില്ല. ഞങ്ങളുടെയൊക്കെ കരപ്പാടങ്ങളാണ്, ചേർത്തല എന്ന് പറയുന്ന കരപ്പാടങ്ങളാണ്. നെല്ല് കൊയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഞങ്ങൾ ചെറുപയർ ഇടുമായിരുന്നു. 30 സെന്റിൽ നിന്നും 85 കിലോ ചെറുപയർ പറിച്ച് ഒരു വർഷത്തേക്കുള്ളത് ഞങ്ങൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. നെല്ല് കഴിഞ്ഞാൽ ഒരു ദിവസം പോലും വെറുതെ ഇടില്ല. അങ്ങനെ കൃഷി ചെയ്തിട്ടിരുന്ന നെൽപ്പാടങ്ങളുടെ ഇന്നത്തെ അവസ്ഥ എന്താണ്? കൃഷി ചെയ്യിക്കാൻ പറ്റാത്ത അവസ്ഥയായി.
ആധുനിക കൃഷി എല്ലാ ടെക്നോളജിയും കൈമാറി. കീടനാശിനി തന്നു, രാസവളം തന്നു, സകലതും തന്നു. പക്ഷെ കൃഷി ചെയ്യണ്ട, കൃഷി ചെയ്യാൻ പറ്റില്ല. കൂലിച്ചെലവ് അനധികൃതമായി കൂടി. അനധികൃതമായി എന്ന് തന്നെ പറയണം. അനധികൃതമായി കൂടി, ചെയ്യാൻ ആളില്ലാണ്ടായി, കൃഷി പാടെ തീർന്നിരിക്കുകയാണ്. അപ്പൊ ആരെങ്കിലും തരുന്ന വിഷം മേടിച്ച് തിന്നേണ്ടി വരും. ആ വിഷം തിന്നാൽ വയറ്റിലുള്ള സകല സാധനങ്ങളും പോവുകയും ചെയ്യും. പ്രിസർവേഷൻ, അതുപോലെ സിന്തറ്റിക് കളറുകൾ, ബേക്കറി സാധനങ്ങൾ മുഴുവൻ ഈ പ്രിസർവേറ്റീവ്സ് ചേർന്നല്ലേ. സകല സാധനങ്ങളും ബേക്കറികളിൽ ഇപ്പൊ ഉണ്ണിയപ്പം കിട്ടുന്നുണ്ട്, നെയ്യപ്പം കിട്ടുന്നുണ്ട്. ഉണ്ണിയപ്പവും നെയ്യപ്പവും ഒക്കെ പണ്ട് കാലങ്ങളിൽ ഒറ്റ ദിവസം 2 ദിവസം കഴിഞ്ഞാൽ ഒടിച്ചാൽ നൂല് പാകുക എന്ന് പറയും. നൂല് കാണും, നൂല് പോലെ. അത് അഴുകിപ്പോകലാണ്, ഡീകമ്പോസിങ് പ്രോസസ്സാണ്. ഇതും ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത അവസ്ഥയായി സകലരുടെയും ഉള്ളിലെ പ്രോബയോട്ടിക് ബാക്ടീരിയ പോയിക്കൊണ്ടിരിക്കുകയാണ്. എക്സ്പൈലോറി ബാക്ടീരിയ എന്ന് പറഞ്ഞാണ് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. പ്രോബയോട്ടിക് ബാക്ടീരിയ പോയാൽ വേറൊരു ബാക്ടീരിയ അവിടെ റീപ്ലേസ് ചെയ്യും. എക്സ്പൈലോറി ബാക്ടീരിയക്കും കൊടുക്കും ആന്റിബയോട്ടിക്. അത് കഴിച്ചു കഴിഞ്ഞാൽ വേറെയല്ലേ വരിക. എങ്ങനെയാണ് ഈ പ്രോബയോട്ടിക് ബാക്ടീരിയ റീപ്ലേസ് ചെയ്യുക? എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, അവരവർക്ക് തിന്നാനുള്ളത് അവരവര് ഉണ്ടാക്കിയെടുക്കുക അല്ലാതെ വേറെ സൊല്യൂഷൻ ഇവിടെ ഇല്ല. ഇനി അതിന് സമയമില്ല. ഞങ്ങൾക്ക് ജോലിക്ക് പോകണത് ചെയ്യാൻ തയ്യാറുള്ള മനുഷ്യരിവിടെ ഉണ്ട്. അവർക്ക് അതിൻ്റെ ന്യായമായ കാശ് കൊടുത്ത്, അവർക്ക് മുൻകൂർ കാശ് കൊടുത്ത് അവരെ ഒന്ന് പ്രലോഭിപ്പിച്ചാൽ അവർ നമുക്ക് വേണ്ടി ചെയ്തു തരും. എൻ്റെ അടുക്ക ഒരുപാട് ഫ്ലാറ്റിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർ വരുന്നുണ്ട്. ഞങ്ങൾ എന്താ ചെയ്യുക? ഞങ്ങൾക്ക് മണ്ണുമില്ല, ഒന്നുമില്ല. ഞാൻ ചോദിക്കണം, നിങ്ങൾക്ക് ആരെങ്കിലും പറഞ്ഞാൽ പോയി ഫ്ലാറ്റിൽ കയറി താമസിക്കാൻ? ഇവിടെ മനുഷ്യൻ തിന്നാനില്ല വേണ്ട സാധനം ഉണ്ടാക്കാനുള്ള സൗകര്യം നോക്കി, ആശുപത്രിയുടെ സൗകര്യം നോക്കി താമസ സ്ഥലം തിരഞ്ഞെടുത്താൽ, ആശുപത്രി എവിടെയാണ്? ഹാർട്ട് അറ്റാക്ക് വന്നാൽ 5 മിനിറ്റുള്ളിൽ എത്തിക്കാൻ പറ്റുന്ന സ്ഥലമാണോ വീട് വെക്കാൻ തിരഞ്ഞെടുക്കണം? ഇവിടെ ഭക്ഷണം, വെള്ളം കിട്ടാനും വായു നല്ലത് കിട്ടാനും പറ്റിയ ഇടം എവിടെയെന്ന് നോക്കിയിട്ട് വേണ്ടേ വീട് വെക്കാനുള്ള സ്ഥലം വാങ്ങാൻ. ആശുപത്രി പോണ കാര്യത്തെ പറ്റിയാണ് ചിന്ത വീട് വെക്കുമ്പോഴത്തേക്ക്. ഇങ്ങനെ മൊത്തം നമ്മൾ കുഴപ്പത്തിലാണ്. ഇതിന് വഴി അവരവര് തുനിഞ്ഞിറങ്ങിയേ പറ്റൂ. അതിന് വേറെ വഴിയില്ല. വിഷമില്ലാത്തത് കഴിച്ചില്ലെങ്കിൽ ദഹന വ്യവസ്ഥ ടോട്ടലി തകർന്നു പോകും. കാരണം അത് നമ്മളുടെ അറ്റോമിക് പവർ സ്റ്റേഷനാണ്. നമ്മളുടെ ആമാശയം എന്ന് പറയുന്നത് ഒരു അറ്റോമിക് പവർ സ്റ്റേഷനാണ്. ആ അറ്റോമിക് പവർ സ്റ്റേഷനിലേക്ക് ഇട്ടുകൊടുക്കേണ്ട റോ മെറ്റീരിയൽ അത് ശുദ്ധിയുള്ളതാവണ്ടേ, നല്ലതാവണ്ടേ, വേണ്ടതാവണ്ടേ, വിധിച്ചതാവണ്ടേ. ഇത് വിധിച്ചതല്ല എന്നത് പോട്ടെ, വിഷവും കൂടി ഇട്ടുകൊടുത്താലത്തെ അവസ്ഥ എന്തായിരിക്കും? ദഹന വ്യവസ്ഥ തകരുക തന്നെ ചെയ്യും. ഇതിന് യാതൊരു സംശയവും. ഇത് പിടിച്ചു കെട്ടാനൊന്നും ഇവിടുത്തെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലും പറ്റത്തുമില്ല. ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലും ഈ ദഹന വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന ഈ പ്രോബയോട്ടിക് ബാക്ടീരിയ തിരിച്ചു കൊണ്ടുവരാൻ ഇത് നടക്കില്ല. ഇപ്പൊ അമേരിക്കയിലൊക്കെ കേട്ടു, നല്ല മനുഷ്യരുടെ മല എടുത്ത് അതിനകത്തെ ബാക്ടീരിയ വേർതിരിച്ചെടുത്ത് ഗുളികയാക്കി മലം തീറ്റിക്കുന്ന പദ്ധതിയാണ് ഇപ്പൊ ഈ പ്രോബയോട്ടിക് ബാക്ടീരിയ തിരിച്ചു കൊണ്ടുവരാൻ നോക്കുന്ന വഴി. അതാണോ വഴി? മലത്തിലെ ബാക്ടീരിയ എടുത്ത് വേർതിരിച്ചെടുത്തിട്ട് ഗുളിക രൂപത്തിലാക്കി, എങ്ങനെയോ, മലമെന്നായിരിക്കില്ല പേര്, നല്ല പേരായിരിക്കും, നല്ല ഭംഗിയുള്ള, കേൾക്കാൻ സുഖമുള്ള പേരായിരിക്കും ഇടുക അതിന്. പക്ഷേ അത് മേടിച്ച് തിന്നേണ്ടി വരും. ആ ഗതികേടിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വിഷമില്ലാത്ത പോഷക സമ്പുഷ്ടമായ വിധിച്ച ഭക്ഷണം എന്ന് തന്നെ പറയും. എനിക്ക് യാതൊരു മടിയിനില്ല, ഒരു പേടിയുമില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ, വിധിച്ച ഭക്ഷണം കൊടുക്കുമ്പോൾ ഇവരുടെ ദഹന വ്യവസ്ഥ ശരിയാകുന്നുണ്ട്. അവര് സകല രോഗങ്ങളും മാറുന്നുണ്ട്. ഇന്ന രോഗമെന്നേ പറയില്ല, ഏത് രോഗവും മാറ്റാം. എനിക്ക് ധൈര്യമുണ്ട്. പക്ഷേ അതിനനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കണം. 5 അന്നങ്ങളും വിധിച്ചത് കൊടുക്കാൻ അനുയോജ്യമായ ഇടങ്ങൾ തയ്യാറാക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ മുന്നിലുള്ള അടിയന്തര പ്രശ്നം. നമ്മുടെ മുന്നിലെ അടിയന്തര ആവശ്യം അതാണ്. അടിയന്തര അത്യാവശ്യമാണ്. അടിയന്തരമായ അത്യാവശ്യം എന്ന് പറഞ്ഞാൽ 5 അന്നങ്ങളും വിധിച്ചതാക്കണം. അതായത് ഭക്ഷണം വിധിച്ചതാക്കണം. അത് ജൈവമായിരിക്കണം, പോഷക സമ്പുഷ്ടമായിരിക്കണം, വിധിച്ചതുമായിരിക്കണം. എന്തുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് പറയുക? കാരണം നമ്മുടെ ആമാശയത്തിന്
ഇനി വിധിച്ചതിനെ മാത്രമേ കൈകാര്യം ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞ ആ അവസ്ഥയിലെത്തി. അതില്ലാതെ രോഗം മാറത്തുമില്ല. കാരണം ഡീജനറേറ്റീവ് ഡിസീസ്, ക്യാൻസർ, ഷുഗർ, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് പോലെയുള്ള ഡീജനറേറ്റീവ് ഡിസീസിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. പുതിയ പുതിയ രോഗങ്ങൾ മുഴുവൻ ഡീജനറേറ്റീവ് ഡിസീസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കേട്ടുകേഴ്വിയില്ലാത്ത രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിന് മരുന്നുണ്ടാക്കി പരീക്ഷിച്ച് വരാനൊന്നും ഒരു നിർവാഹമില്ല. അക്കൂട്ടത്തിലാണ് വൈറസ് രോഗങ്ങളും കൂടി വരിക. വൈറസ് രോഗവും നമ്മുടെ ആമാശയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെയാണ്. അതിനകത്ത് കറക്റ്റായിട്ടുള്ള ഭക്ഷണം കിട്ടിയേ പറ്റൂ. അതുകൊണ്ട് ഒരു കാരണവശാലും ഇനി എന്തെങ്കിലും ഒരു വഴി, ഒരു സൊല്യൂഷൻ, ഏതെങ്കിലും ഒരു ചികിത്സാശാസ്ത്രം നമ്മുടെ മുന്നിൽ തരും എന്ന് കരുതി എല്ലാവരും വെറുതെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. അവരവര് കാര്യങ്ങൾ പഠിക്കുകയും കൃഷി പഠിക്കുക, മണ്ണിലിറങ്ങുക, ചെയ്യുക, അത് കഴിച്ചും തുടങ്ങുക. ഇനി ഒരു പക്ഷേ യുദ്ധം പെരുകിയാൽ, കുറച്ചുകൂടി നീണ്ടു നിന്നാൽ പട്ടിണിയായിരിക്കും ഇവിടെ. പട്ടിണി. കാരണം രാസവളം എന്ന് പറയുന്നത് ഒരു പെട്രോളിയം പ്രൊഡക്റ്റാണ്. മത്സരിച്ച് എല്ലാ ക്രൂഡ് ഓയിൽ ശേഖരണ കേന്ദ്രങ്ങളിലും മുഴുവൻ ബോംബിട്ട് മത്സരിച്ച് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നത്തേക്കായിരിക്കും ഇത് ശരിയാക്കി എടുക്കാൻ പറ്റുക? അപ്പൊ അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മണ്ണിൽ ഇറങ്ങേണ്ടി വരും. യുദ്ധത്തിന്റെ കെടുതി വേറൊരു വഴി വരുന്നു, ആമാശയത്തിന്റെ കെടുതി വേറൊരു വഴി വരുന്നു. ഇതെല്ലാം കൂടി കിടന്ന് നമ്മൾ കുഴപ്പത്തിലായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഗ്യാസ്, പുളിച്ചത് കെട്ടൽ, മലബന്ധം, ഇതിനും അപ്പുറത്ത് സകല മനുഷ്യർ പല കാരണങ്ങൾ കൊണ്ടുണ്ട് വിയർക്കാത്തത്. മെയിൻ ലിവർ ഫാറ്റി ലിവർ ആയി കഴിഞ്ഞു. ഫാറ്റി ലിവർ കോമൺ അല്ലേ? എല്ലാവർക്കും ഉണ്ടല്ലോ എന്നാണ് ധാരണ. അത് കോമൺ അല്ല. ഫാറ്റി ലിവർ വന്നാൽ അത് ഗ്രേഡ് 2 പോകും. ലിവർ സിറോസിസിലേക്കാണ് പോവുക. അത് തുടക്കം തന്നെയാണ്. ഫാറ്റി ലിവർ ഉണ്ടാകാനുള്ള കാരണങ്ങൾ നേരത്തെ ഉള്ള ഈ ആമാശയത്തിലേക്ക് ഇട്ടുകൊടുക്കുന്ന അന്നങ്ങളുടെ വ്യതിയാനം കൊണ്ട് തന്നെയാണ്, കീടങ്ങൾ കൊണ്ട് തന്നെയാണ്, കെമിക്കൽ കൊണ്ട് തന്നെയാണ്. ഇതിന് വേറൊരു ആൾട്ടർനേറ്റീവ് ഇല്ല. അപ്പൊ അതുകൊണ്ട് ഫാറ്റി ലിവർ മാറണം. SGPT, കള്ള് കുടിച്ചിട്ടില്ല, ഒരു തുള്ളി പോലും കള്ള് കുടിച്ചിട്ടില്ല, പുകവലിച്ചിട്ടില്ലാത്ത ആളുകൾക്ക് വരെ ഫാറ്റി ലിവർ ആയി കഴിഞ്ഞിരിക്കുന്നു. ഇത്രയും സങ്കീർണമായി തീർന്നിട്ടും ഈ മേഖലയിൽ ആക്റ്റീവ് ആകേണ്ട, നടപടിയെടുക്കേണ്ട ആൾക്കാർ നിസ്സാരമായി നോക്കി നിൽക്കുകയാണ്. അവരിത് കണ്ടില്ലെന്ന് പോലും നടിക്കുകയാണ്. രോഗത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇട്ടുണ്ട് ഓടിച്ചോണ്ടിരിക്കുകയാണ്. ഓരോ ആശുപത്രി തോന്നും, പുതിയ ആശുപത്രികൾ കൊണ്ടുവരാം. ഇനി പുതിയ എയിംസ് വന്നാലാണോ ഇവിടെ പ്രശ്നം പരിഹരിക്കാൻ പോണേ? ഓരോ പഞ്ചായത്തിലും എയിംസ് വന്നാലും ഇവിടുത്തെ പ്രശ്നം പരിഹരിക്കില്ല. ആരോഗ്യം വീണ്ടെടുക്കണമെന്നുണ്ടെങ്കിൽ ആരോഗ്യ സംരക്ഷണ പദ്ധതി വേണം, ചികിത്സാ കേന്ദ്രങ്ങളല്ല. ചികിത്സാ കേന്ദ്രങ്ങൾ രോഗത്തിന് വേണ്ടിയിട്ടുള്ള ചികിത്സാ കേന്ദ്രങ്ങളാണ്. എയിംസ് ചികിത്സാ കേന്ദ്രമാണ്, വേണ്ടത് ആരോഗ്യ കേന്ദ്രമാണ്. ആരോഗ്യ വിദ്യാഭ്യാസം അത് കിട്ടിയേ പറ്റൂ. ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ് ചിലരുടെ അവരുടെ രോഗവിവരം പറയുമ്പോൾ. രോഗങ്ങളുടെ പേര്, ഇംഗ്ലീഷ് പേരുകൾ കാണാതെ പഠിച്ചു വരുന്ന സാധാരണ മനുഷ്യര് അത് പറയുന്നതിൽ എന്തോ അന്തസ്സുണ്ടെന്നുള്ള ധാരണയിലാണ് പറയുക. ഒരു രോഗത്തിന്റെ പേര് ഞങ്ങൾക്കറിയാം, ഞങ്ങളുടെ രോഗത്തിന്റെ പേര് ഞങ്ങൾക്കറിയാം, അതിന്റെ ഇംഗ്ലീഷ് പേര് ഞങ്ങൾക്കറിയാം എന്നുള്ളൊരു ധാരണ മായ ഒരു മേഖലയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് കേരളത്തിൽ മാത്രമേ ഇങ്ങനെ കാണുള്ളൂ. അന്യ സംസ്ഥാനങ്ങളിൽ ഇത്രയും സങ്കീർണമായ പ്രശ്നത്തിൽ വീണിട്ടുണ്ടാവില്ല. അവർ കുറേയൊക്കെ നാടൻ ഭക്ഷണങ്ങളോ അവരുണ്ടാക്കിയതൊക്കെ കഴിച്ച്, വീട്ടിലുണ്ടാക്കിയവർ മുഴുവൻ കഴിച്ച്, ഇപ്പോൾ സകല വീടുകളിലും മൊബൈലിലൂടെ ഓർഡർ ചെയ്ത് വരുന്ന ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വീട്ടിലുണ്ടാക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. ഇപ്പൊ തന്നെ കടകൾ മുഴുവൻ പകുതി പൂട്ടിക്കഴിഞ്ഞു, ഗ്യാസ് ഇല്ലാതെ വന്നു കഴിഞ്ഞു. ഭക്ഷണ കാര്യത്തിൽ മലയാളി കുറച്ചുകൂടി ബുദ്ധിപൂർവമായ ഇടപെടൽ നടത്തുകയും അതിനു വേണ്ടിയിട്ട് പ്രോബയോട്ടിക് ബാക്ടീരിയ, അതുപോലെ തന്നെ ഇപ്പോൾ ഗ്യാസിനുള്ള മരുന്ന് ആരും മേടിച്ച് കഴിച്ചേക്കരുത്. എന്ത് വന്നാലും എനിക്കത് പറയേണ്ടി വരുന്നു. കാരണം അത്രയ്ക്ക് കഷ്ടപ്പെടുകയാണ് മനുഷ്യർ. ഒന്നും കഴിക്കാൻ മേലാത്ത അവസ്ഥ. പച്ചക്കറിയും കഴിക്കാൻ പാടില്ല, ചോറും കഴിക്കാൻ പാടില്ല, ഇറച്ചിയും കഴിക്കാൻ പാടില്ല, മീനും കഴിക്കാൻ പാടില്ല, മുട്ടയും കഴിക്കാൻ, ഒരു സാധനവും കഴിക്കാൻ പാടില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് ആളുകൾ എത്തി നിൽക്കുന്നു. അതായത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ദഹനരസം പ്രൊഡ്യൂസ് ചെയ്യണില്ല. ദഹനരസം പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ട മരുന്നുകളായിരിക്കണം ഇവർ കൊടുത്തോണ്ടിരിക്കണേ. എന്ത് മരുന്നാണെന്നൊന്നും എനിക്കറിയില്ല. അതായത് അസിഡിറ്റി മാറ്റാൻ വേണ്ടി കൊടുക്കുന്നത്, അസിഡിറ്റി, ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉൽപാദനം
റെഗുലേറ്റ് ചെയ്യുന്നുണ്ടെന്ന് വേണം നമ്മൾ സംശയിക്കാൻ. അതുകൊണ്ട് ഒന്നും ദഹിക്കാത്ത ഒരു സിസ്റ്റത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഹൈഡ്രോക്ലോറിക് ആസിഡ് വേണം. ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇല്ലാതെ ദഹനം നടക്കില്ലല്ലോ. പ്രോട്ടീൻ ദഹിക്കണമെന്നുണ്ടെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് വേണ്ടേ? ലിവറിന് പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം ഡിസോർഡർ ആകില്ലേ? മൊത്തം കിടന്നുണ്ട് കുളത്തിലായിരിക്കുന്ന ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വയറ്റിലേക്ക് വിടുന്നത് വിഷമില്ലാത്തതാകാനുള്ള നടപടികൾ എടുത്തേ പറ്റൂ. അത് കഴുകിയതുകൊണ്ടൊന്നും ഒരു പ്രശ്നമില്ല, ഒരു കാര്യമില്ല, കഴുകിയിട്ടൊന്നും കാര്യമില്ല. സിസ്റ്റമിക് വർഗത്തിൽപ്പെട്ട കീടനാശിനികളാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ചെടി തന്നെ കുടിക്കുകയാണ്, ചെടി തന്നെ അബ്സോർവ് ചെയ്തെടുക്കുകയാണ്. അത് കഴിയാൽ എങ്ങനെ പോവുക? പണ്ട് കാലത്തുണ്ടായിരുന്ന കഴുകിയാൽ പോകുമായിരുന്നു. ഇത് കഴുകിയിട്ടൊന്നും പോകുന്ന ഒരു സാധനമല്ല. അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി തന്നെ നാണം കെട്ട പരിപാടിയാണ് ചെയ്തത്. കഴുകാനുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി മാർക്കറ്റിൽ ഇറക്കി. കുടുംബശ്രീ പെണ്ണുങ്ങളെ കൊണ്ട് വീടാന്തരം വിപ്പിക്കാൻ ശ്രമിച്ചു. എൻ്റെ വീട്ടിലൊരു പെണ്ണ് ഇത് കൊണ്ടുവന്നു. ഞാൻ ചോദിച്ചത് ആരാണ് ഇത് തന്ന്? അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി റെക്കമെൻഡ് ചെയ്ത ഒരു പ്രൊഡക്റ്റ്. നാണക്കേടെന്ന് പറഞ്ഞാൽ ഇതിനപ്പുറത്തൊരു നാണക്കേടില്ല. വിഷമില്ലാത്ത ജൈവ രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കാനുള്ള അറിവ് നമുക്കുണ്ട്. ചെയ്യാൻ തയ്യാറാവണം, ചെയ്യിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതെല്ലാം നമ്മൾ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. എനിക്കറിയാം കുറ്റപ്പെടുത്തി, പക്ഷേ ഇന്നത്തെ സാഹചര്യം കണ്ടിട്ട് പറഞ്ഞു പോയതാണ്. 38 വർഷമായി ഞാൻ ഈ മേഖലയിൽ നിൽക്കുന്നു. ഇത് എങ്ങനെ പരിഹരിക്കാമെന്നുള്ളതിന് വ്യക്തമായ സൊല്യൂഷൻസ് നമുക്കുണ്ട്. അതുകൊണ്ട് എല്ലാവരും ആദ്യം ചെയ്യേണ്ടത് പ്രോബയോട്ടിക് ബാക്ടീരിയ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ്. പ്രോബയോട്ടിക് ബാക്ടീരിയ നമ്മളുടെ ആമാശയത്തിൽ തിരിച്ചു കൊണ്ടുവരണം. ദഹന വ്യവസ്ഥയിൽ ഇടപെടുമ്പോൾ ആദ്യമായി ചെയ്യേണ്ട ഒരു സാധനം അതാണ്. കാരണം അരിയും ഗോതമ്പും പോലെയുള്ള പ്രോബയോട്ടിക് ബാക്ടീരിയ ദഹിപ്പിക്കേണ്ട പച്ചക്കറികൾക്കും എല്ലാത്തിനും വേണ്ടി ഒരു പ്രോബയോട്ടിക് ബാക്ടീരിയ തിരിച്ചു കൊണ്ടുവരാനുള്ള നടപടികൾ എടുക്കണം. ഇതിന് പ്രോബയോട്ടിക് ബാക്ടീരിയയുടെ ഗുളികളുണ്ട്, അതല്ല വേണ്ട. ഏറ്റവും നല്ല പ്രോബയോട്ടിക് ബാക്ടീരിയ എന്ന് പറയുന്നത് തൈര് തന്നെയാണ്. പുളിയില്ലാത്ത കട്ട തൈര് ഉണ്ടാക്കാൻ പഠിക്കണം. ആ തൈര് കഴിച്ചാൽ പ്രോബയോട്ടിക് ബാക്ടീരിയ റീപ്ലേസ് ചെയ്യാം. പക്ഷെ ആ പ്രോബയോട്ടിക് ബാക്ടീരിയ അവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ വയറ്റിൽ അസിഡിറ്റി ഉണ്ടാവരുത്. അസിഡിറ്റി ഉള്ളതിനെ ഇല്ലാതാക്കാൻ, നിർവീര്യമാക്കാനുള്ള വഴി നമുക്കിപ്പോൾ അറിയാം. കുക്കുംബർ ജ്യൂസാണ്. കുക്കുംബർ ഫ്രഷ് ജ്യൂസ്. ആ കുക്കുംബറും കടയിൽ നിന്ന് മേടിക്കുന്നതായതുകൊണ്ട് തൊലിയെത്തി കളയുക. അരിഞ്ഞ് മിക്സിയിലിട്ട് അടിച്ച് പിഴിഞ്ഞ് തുണിയിൽ പിഴിഞ്ഞ് വെള്ളം മാത്രം എടുക്കുക. കുക്കുംബർ ഫ്രഷ് ജ്യൂസ് അതാണ്. അത് ഒരു ഗ്ലാസ് രാവിലെ വെറും വയറ്റിലും വൈകുന്നേരം 6 മണിക്കും കുടിക്കണം. വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ട് വേറെ ഒന്നും കഴിച്ചിട്ടൊന്നും അല്ല ചെയ്യേണ്ടത്. വെറും വയറ്റിൽ ഒരു ഗ്ലാസ് കുക്കുംബർ ഫ്രഷ് ജ്യൂസ്, വൈകുന്നേരം മറ്റൊരു ഫ്രഷ് ജ്യൂസ് 1 ഗ്ലാസ്, രാത്രി ഭക്ഷണശേഷം 1 മണിക്കൂർ കഴിഞ്ഞ് ഒരു കുക്കുംബർ പകുതിയെങ്കിലും മതി അടിച്ചു തിന്നുക. ഈ ഒരു കണക്ക് എവിടെ നിന്നാണെന്ന് വേണേൽ ചോദിക്കാം. എൻ്റെ മുന്നിലെത്തുന്ന രോഗികളുടെ അവരുടെ അസിഡിറ്റിയുടെ തോത് ഇവാലുവേറ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുത്ത് പരിശീലിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുക. ഈ 3 നേരം വേണം, 1 നേരം പോരെ, അല്ലെ 2 നേരം പോരാ, 3 നേരവും കഴിക്കേണ്ടി വരണം. അന്ന് ആ ലെവലിലെത്തി നമ്മൾ. കുക്കുംബർ ഫ്രഷ് ജ്യൂസ് രാവിലെ 1 ഗ്ലാസ് വെറും വയറ്റിൽ, വൈകുന്നേരം 6 മണിക്ക് 1 ഗ്ലാസ്, രാത്രി ഭക്ഷണശേഷം 1 മണിക്കൂർ കഴിഞ്ഞ് ഒരു അര കുക്കുംബറെങ്കിലും തൊലിയെത്തി കളഞ്ഞത് അരിഞ്ഞ് കഴിക്കുക. അതിനുശേഷം തൈര്, കട്ട തൈര് ഉണ്ടാക്കാൻ പഠിക്കണം. പശുവിൻ്റെ പാല് മേടിക്കണം. കവറ് പാലുമല്ല, കവര് കിട്ടുന്ന മിൽമയുടെ പാലൊന്നുമല്ല. നല്ല അയിലന്തരത്ത് മിൽമയിലേക്ക് അളക്കുന്ന സൊസൈറ്റികളിൽ ചെന്നാൽ കർഷകൻ കൊണ്ടുവരുന്ന പാല് മേടിക്കാം. ആ കർഷകൻ കൊണ്ടുവരുന്ന പാല് മേടിച്ച് കാച്ചണം. ഒരു 3 അതായത് തിളപ്പിച്ച് കാച്ചി കുറുക്കുക എന്ന് പറയുന്ന സാധനം. പാല് കാച്ചി കുറുക്കി ചെറു ചൂടോടെ അതിനകത്ത് ഒഴിച്ച് കട്ടത്തൈര് ഉണ്ടാക്കണം. കട്ടത്തൈര്, ഒട്ടും പുളിക്കാത്ത കട്ടത്തൈര്. അത് നല്ല പ്രോബയോട്ടിക് ബാക്ടീരിയയാണ്. അതിനെ വെല്ലാൻ ഈ ഭൂമുഖത്ത് യാതൊരുവിധ പ്രോബയോട്ടിക് ബാക്ടീരിയ ഇല്ല. പഴങ്കഞ്ഞിയിൽ നിന്നും പ്രോബയോട്ടിക് ബാക്ടീരിയ കിട്ടുമെന്നുള്ള സയന്റിഫിക് എവിഡൻസ് സഹിതം ചിലത് ഞാൻ കണ്ടു. ശുദ്ധ അസംബന്ധമാണ്, അബദ്ധമാണ്. പഴങ്കഞ്ഞിയിലെ ബാക്ടീരിയ അല്ല നമുക്ക് വേണ്ടത്. ലാബിൽ അത് ഗുണകരമായ ബാക്ടീരിയ ആയിരിക്കാം.
പഴങ്കഞ്ഞി എന്ന് പറഞ്ഞാൽ ഡീകമ്പോസ് ചെയ്ത കഞ്ഞിയാണെന്ന് അർത്ഥം. ഒരു ഭക്ഷണം ഡീകമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് ഗുണകരമാക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ അസാധ്യമായ കാര്യമാണ്. അതേമാതിരി തന്നെ മില്ലറ്റിന്റെ പഴങ്കഞ്ഞി പ്രൊമോട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഒരു വഴിയും ശരിയായ സാധില്ല. എൻ്റെ നോട്ടത്തിൽ, എൻ്റെ അനുഭവത്തിൽ ഉറപ്പിച്ച് തന്നെ ഞാൻ പറയും, പാല് ഉറവെച്ച് കട്ട തൈരാക്കി ഒട്ടും പുളിക്കാത്ത ആ ബാക്ടീരിയക്കല്ലാതെ മനുഷ്യ ശരീരത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു പ്രോബയോട്ടിക് ബാക്ടീരിയ വേറെ ഇല്ല. അത് പരമാവധി കൂടുതൽ കഴിക്കേണ്ടി വരും. കാരണം നമ്മുടെ തോത് അതാണ്, അസിഡിറ്റിയുടെ തോത് അതാണ്, ബാക്ടീരിയയുടെ തോത് അളവതാണ്, എണ്ണം അതാണ്. അതുകൊണ്ട് അത് ചെയ്യുക. ഒരു കാരണവശാലും ഇനി ഗ്യാസിന്റെ ഗുളികകൾ കഴിക്കാണ്ടിരിക്കുക. ഗ്യാസ് തോന്നുമ്പോഴൊക്കെ കുക്കുംബർ കടിച്ചു തിന്ന് ആ അസ്വസ്ഥതകൾ സഹിച്ചിരുന്നോളുക. കുക്കുംബർ കടിച്ചു തിന്ന് അത് മാറ്റാൻ ശ്രമിക്കുക. കുക്കുംബർ ഗ്യാസ് തോന്നുമ്പോഴൊക്കെ കടിച്ചു തിന്നാം. കുക്കുംബറിന് പകരം വേണമെന്നുണ്ടെങ്കിൽ കുമ്പളങ്ങയാകാം, ചൊരക്കയാകാം, പടവലങ്ങയാകാം. ഈ 4 സാധനങ്ങൾ ഉപയോഗിക്കാം. ചിലർക്ക് കുക്കുംബർ ബുദ്ധിമുട്ടാണ്, ചിലർക്ക് പടവലങ്ങ ബുദ്ധിമുട്ട്. മാറി മാറി എടുക്കുക. ഏത് ആൽക്കലൈൻ ആയാലും മതിയാകും. ഗ്യാസിനുള്ള ഗുളിക ഒരു കാരണവശാലും കഴിക്കാതിരിക്കാൻ നോക്കുക, കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഗ്യാസ് വന്നാൽ കുക്കുംബർ കഴിച്ച് മാനേജ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഒരു വഴി കൂടി ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അത് അയമോദകവും ജീരകവും ഓരോ സ്പൂൺ വീതം എടുത്ത് വറുത്ത് 2 ഗ്ലാസ് വെള്ളം തിളപ്പിക്കുക. വെള്ളം തിളപ്പിച്ചിട്ട് 1/2 ഗ്ലാസ് വീതം 4 നേരം കുടിച്ചാൽ ഈ ഗ്യാസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാം. അതൊരു താൽക്കാലിക കൺട്രോൾ മാത്രമാണെന്ന് അറിഞ്ഞിരിക്കുക. അങ്ങനെ ഇതിനെ ശരിയാക്കി എടുക്കാം. മറ്റൊന്ന്, പ്രോബയോട്ടിക് ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ ഉൽപാദനത്തിന്റെ കാര്യക്ഷമത കൃത്യതയോടുകൂടി വരണമെന്നുണ്ടെങ്കിൽ, അത് ബാലൻസ്ഡ് ആകണമെന്നുണ്ടെങ്കിൽ ലിവർ കറക്റ്റ് ചെയ്തേ പറ്റും. ലിവർ കറക്റ്റ് ചെയ്യാനായിട്ട് ഒരുപാട് 2 ഹോമിയോ മരുന്നുകൾ നമ്മൾ കൊടുക്കാറുണ്ട്. അതായത് ചിലഡോണിയം, സരസവരില. ഇത് രണ്ടിൻ്റെയും മദർ ടിഞ്ചർ ഏതെങ്കിലും ഹോമിയോ ഡോക്ടറെ കണ്ടിട്ട്, ഇനി ഇതോ അതല്ലാതെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഗ്ലാൻഡുകളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിന് അനുകൂലമായ ഏതെങ്കിലും മെഡിസിൻ ഹോമിയോടത് കഴിക്കാം. അത് നമ്മളിവിടെ കൊടുക്കുന്നത് നമ്മുടെ ഡോക്ടർമാരുടെ റെക്കമെൻഡേഷനിൽ ചിലഡോണിയം മദർ ടിഞ്ചർ, സരസവരില മദർ ടിഞ്ചർ, ഇത് 15 തുള്ളി വീതം, 2-ൽ നിന്നും 15 തുള്ളി വീതം എടുത്ത് 1/4 ഗ്ലാസ് വെള്ളത്തിൽ 3 നേരം കൊടുത്തിട്ടാണ് ഇത് മാനേജ് ചെയ്യുക. പിന്നെ ലിവറിനെ സംബന്ധിച്ചിടത്തോളം കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വിറ്റാമിൻ ബി കോംപ്ലക്സ് ഗുളികയും കൂടി കഴിച്ചേ പറ്റും. വിറ്റാമിൻ ബി വിത്ത് സി, ബിയും സിയും കൂടി ചേർന്ന ഗുളിക. ഇത് ഒരെണ്ണം രാവിലെ കഴിക്കുക. പിന്നെ ഇതില് ബാക്കി കാര്യങ്ങളെല്ലാം, പിന്നെ നല്ലൊരു സാധനം എന്ന് പറയുന്നത് മഞ്ഞ മന്ദാരത്തിന്റെ പൂവ്. മഞ്ഞ മന്ദാരം ഉള്ളവരെല്ലാവരും മഞ്ഞ മന്ദാരത്തെ സംരക്ഷിച്ച് അതിന്റെ പൂവ്, ഇനി ലിവറിന് പ്രോബ്ലം ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും മഞ്ഞ മന്ദാരത്തിന്റെ പൂവ് പരമാവധി ചവച്ചു തിന്നോളുക. നല്ലൊരു സാധനമാണ്. ലിവർ സംബന്ധമായ ഗ്ലാൻഡുകളുടെ പ്രവർത്തനക്ഷമത കറക്റ്റാക്കി നിർത്തുന്നതിന് മഞ്ഞ മന്ദാരപ്പൂവ് വളരെ നല്ല ഒരു സാധനമാണ്. ഫാറ്റി ലിവർ മാറ്റിയെടുക്കുക, വിയർക്കാത്തത് കൊണ്ടുണ്ടാകുന്ന ഫാറ്റി ലിവർ വളരെ കൂടുതലാണ് കേരളത്തിൽ, വളരെ കരുതൽ. വിദേശ രാജ്യങ്ങളിൽ, അമേരിക്ക, UK, ഓസ്ട്രേലിയ, കാനഡ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നും ഇന്നും എൻ്റെ വീട്ടിലെത്തിയത് SGPT, SGOT 300-ന് മേളിലൊക്കെ വന്നിട്ട് UK-ൽ എന്ന് വന്ന ആളാണ്. ഇന്ന് ഒറ്റ മാസം കൊണ്ടാണ് അത് റെഡ്യൂസ് ചെയ്ത് 60-ന് താഴേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. കൊണ്ടുവരാം. ഹോമിയോയിൽ മരുന്നുകളുണ്ട്. നമ്മുടെ തൊട്ടടുത്തുള്ള ഹോമിയോ ഡോക്ടറെ കണ്ടിട്ട് ലിവറിന്, ഗ്ലാൻഡുകൾക്ക്, എല്ലാത്തിനും, തൈറോയ്ഡ് ഗ്ലാൻഡ് ഡിസോർഡറാണ്. ലിവർ ഡിസോർഡർ ആയാൽ തൈറോയ്ഡ് ഗ്ലാൻഡ് ഡിസോർഡർ ആകും. തൈറോയ്ഡ് ഗ്ലാൻഡ് ഡിസോർഡർ ആയി കഴിഞ്ഞാൽ പാൻക്രിയാസ് ഡിസോർഡർ ആകും. ഇൻസുലിൻ പ്രൊഡക്ഷൻ അബ്നോർമൽ ആകും. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിന്റെ പ്രശ്നം. ഇതെല്ലാം ഒരു ശൃംഖലയാണ്. ഒന്നിന് ദോഷം വന്നാൽ അടുത്തതിന് താമസിയാതെ ഓരോന്നിനും വരും. അതുകൊണ്ട് ലിവർ പ്രൊമോഷൻ കാര്യക്ഷമമായി എടുത്താൽ പറ്റൂ. ഒരു തുള്ളി മദ്യം കഴിക്കാത്തവർക്ക് പോലും
ഫാറ്റി ലിവറും ലിവർ സിറോസിസും വന്നുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെയൊക്കെ കാരണം നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം തന്നെയാണ്. കൂടാതെ പാറ്റയെ കൊല്ലാൻ, ഉറുമ്പിനെ കൊല്ലാൻ, കൊതുകിനെ ഓടിക്കാൻ, ഉറുമ്പിനെ ഓടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന കീടനാശിനികൾ പെരക്കകത്ത് കയറ്റാതിരിക്കുക. അലമാരിയിൽ വെച്ചാൽ പോലും ഒരു വീട്ടിലെ 4 പേരും ലിവർ സിറോസുമായിട്ട് വന്നിട്ടുണ്ട്. 4 പേരും. വേറെ ഒരു കാര്യമില്ല, വീട്ടിലെ ഇത്തരം കീടനാശിനികൾ പെരക്കകത്ത് വെച്ച് കിടന്നുറങ്ങുന്നതുകൊണ്ടാണ്. ജനലും വാതിലും അടച്ചിട്ട് അതിനകത്ത് കിടന്നുറങ്ങിക്കൊണ്ട് വരുന്നതിൻ്റെ കൊണ്ടുണ്ടാകുന്ന കാര്യങ്ങളാണ്. ഇത് വളരെ സീരിയസ് ആയിട്ട് എല്ലാവരും എടുക്കുകയും അതിനെപ്പറ്റി മനസ്സിലാക്കുകയും അതിന് വേണ്ട നടപടികൾ സ്വയം തന്നെ എടുക്കുകയും ചെയ്യണം. ഇത്രയാണ് ഈ വിഷയത്തെ പറ്റി എനിക്ക് പറയാനുള്ള കാര്യം. ഇത് ഒരുപാട് ക്ലാസ്സുകൾ കിടപ്പുണ്ട്. എത്രയോ പേര് ക്ലാസ്സുകൾ വെച്ച് ഇരുന്ന് എഴുതിയെടുത്ത് ചെയ്ത് ആശ്വാസം കണ്ടെത്തുന്നു. അവരവർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒറ്റ കാര്യം, ചികിത്സയല്ല ആരോഗ്യം. നമ്മളുടെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിൽ ആമാശയത്തിന്, ഗട്ടിന് പ്രാധാന്യമുണ്ട്. അപ്പൊ ആ ആമാശയത്തിലേക്ക് വിടുന്ന സാധനങ്ങൾ കറക്റ്റാക്കി എടുക്കാൻ ഇനി ഇറച്ചി, മീന്, മുട്ട ഇതുപോലുള്ളത് കഴിക്കേണ്ടെന്ന് ഞാൻ പറയാറില്ല. കഴിക്കണമെന്നുള്ളവർ കഴിക്കാം. പക്ഷെ അതിൻ്റെ അളവ് മിതമായിരിക്കണം. വളരെ കുറച്ച് മാത്രമേ കഴിക്കാവൂ. നമ്മുടെ ശരീരത്തിന് താങ്ങാനാവുന്ന അളവിൽ. യൂറിക് ആസിഡ് കാര്യമായി ഉണ്ടാവരുത്. ദഹനം നടക്കുന്ന അളവിൽ, അളവിൽ മാത്രമേ കഴിക്കാവൂ. ഇതാണ് എനിക്ക് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത്.